സർപ്രൈസ് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അല്ലേ. ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് നിന്ന് ആരോടും പറയാതെ നാട്ടിലേക്ക് വരികയും വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു സർപ്രൈസ് കൊടുക്കുകയും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ടിക്ടോക്കിലും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലും മറ്റും വിട്ട് ഫേമസ് ആകാനുള്ള ഒരു തന്ത്രം അതെല്ലായിടത്തും കാണാം. പക്ഷേ ഇത്തരത്തിൽ ഒരു അമ്മയ്ക്ക് സർപ്രൈസ് ഒരുക്കി അവസാനം പണി വാങ്ങിയ ഒരു യുവതിയുടെ കഥയാണിത്. സംഭവം അങ്ങ് അമേരിക്കയിലാണ്. അക്രമിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ അമ്മ മകളെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് കഥ ദുരന്ത കഥയായി മാറി. പറയാതെ സർപ്രൈസ് നൽകാൻ വീട്ടിലെത്തിയ മകളെ ആക്രമി എന്ന് കരുതി അമ്മ വെടിവെച്ച് വീഴ്ത്തി. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മയുടെ കയ്യിൽ ലൈസൻസ് ഉള്ള 38 സ്പെഷ്യൽ റിവോൾവറാണ് ഉണ്ടായിരുന്നത്. അമേരിക്കയിലെ ഒഹിയോയിലാണ് ഈ സംഭവം. കോളേജിൽ നിന്ന് പറയാതെയാണ് മകൾ വീട്ടിലെത്തിയത്. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് നൽകാനാണ് അറിയിക്കാതെ വന്നതെന്നാണ് മകൾ പറഞ്ഞത്. എന്നാൽ പണി പാളുകയായിരുന്നു. വീട്ടിൽ കയറിയത് കള്ളൻ ആണെന്ന് കരുതിയാണ് അമ്മ വെടിവെച്ചത്. വെടിവെപ്പിൽ 18-കാരിയായ മകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അടുക്കളയിൽ നിന്ന സമയത്ത് എന്തോ ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് അമ്മ പരിഭ്രാന്തരായത്. കിടപ്പുമുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ കയ്യിൽ ലഭിച്ച തോക്കെടുത്ത് വെടിയുതിർത്തു. പെൺകുട്ടി പതുങ്ങിയിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. വെടിവെച്ച് കഴിഞ്ഞതോടെയാണ് താൻ വെടിവെച്ചത് സ്വന്തം മകൾക്ക് നേരെയാണെന്ന് അമ്മ അറിഞ്ഞത്. ഇതോടെ അമ്മ മാനസികമായി തകർന്നുപോയി. പെൺകുട്ടി തലനാടിരക്കാണ് രക്ഷപ്പെട്ടത്. വെടികൊണ്ടത് പെൺകുട്ടിയുടെ കൈകൾക്കാണ്. പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോക്കിന്റെ ഉപയോഗം അമേരിക്കയിൽ കൂടി വരികയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 2017 4000 പേരാണ് അമേരിക്കയിൽ ഇതുപോലെ വെടിവെപ്പിൽ മരിച്ചത്. ഇതിൽ 1112 പേർ അബദ്ധത്തിൽ ഇതുപോലെ ഏതെങ്കിലും വിധത്തിൽ വെടിയേറ്റ് മരിച്ചു എന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.